എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ആകെ വിഷമത്തിലാണ് ജയൻ ദേവേനോട് വന്നിട്ട് പറയുവാണ്, ഇപ്പോഴും ആദർശിനോടുള്ള ദേഷ്യം അച്ഛന് മാറിയിട്ടില്ല, ഇതെന്താണ് എന്ന് അറിയത്തില്ല. പിന്നെ ഒരു ആശ്വാസമുള്ളത്, ആദർശിനോടുള്ള ദേഷ്യം മാറിയില്ലെങ്കിൽ പോലും നമ്മുടെ കമ്പനി തിരിച്ചു കയറിയല്ലോ, അതാണ് ഒരാശ്വാസം എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് അനി വരും. എന്നിട്ട് അനി പറയുന്നുണ്ട്, ശരിക്കും മുത്തച്ഛൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. എല്ലാ കാര്യങ്ങളും ആദർശേട്ടൻ ശരിയാക്കിയിട്ടുണ്ട്, ഇനിയെങ്കിലും ആദർശേട്ടനെയും ഏട്ടത്തെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, അത് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛൻ്റെ മനസ്സിൽ എന്താണ് എന്നറിയത്തില്ല, അവരെ ഈ വീട്ടിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലാണ് ദേവയാനി പറയുന്നുണ്ട്, 7-ാം മാസം കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മോൾ അവിടെയായിരിക്കും നിൽക്കുന്നത്, മോളെ നന്നായിട്ട് നോക്കാൻ കിട്ടുന്നത് ഈ 3-4 മാസമാണ്, ആ മാസം മോൾ എൻ്റെ അടുത്തില്ലെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ, ഇതിപ്പോൾ ആരോട് പറയാനാ, മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരം പോലും ഇല്ലാതെ അതെല്ലാം നഷ്ടപ്പെടുവാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമം ഇങ്ങനെ ദേവേനി പറയും. അനി പറയുന്നുണ്ട്, അത് തന്നെ ഏട്ടനും ഏട്ടത്തെയും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു, ശരിക്കും ഞാൻ എടുത്താൽ പൊങ്ങാത്തൊരു ഭാരവും തലയിലേറ്റിയാണ് നടക്കുന്നത്, ആദർശേട്ടൻ വന്നായിരുന്നെങ്കിൽ ഒരു സമാധാനം ആയേനെ എന്നൊക്കെ പറയുമ്പം ജയൻ പറയുന്നുണ്ട്, അവൻ വന്നാലും MD സ്ഥാനം അച്ഛൻ മാറ്റി കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി അവിടെ ഇരിക്കേണ്ടത് നീ തന്നെയാണ്, കമ്പനിയിൽ ഇപ്പം നേട്ടങ്ങൾ ഉണ്ടാക്കിയതും നീയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അന്നേരം ദേവേനിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അനി ചോദിക്കും, ഇതെന്താ വലിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, എന്നിട്ടും എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. ഏതായാലും ഞാനൊന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അനി അവിടുന്ന് പോരുന്നു. അനി പോന്നു കഴിയുമ്പം ജയം പറയുന്നുണ്ട്, അവന് നല്ല ആഗ്രഹമുണ്ട് ആദർശം നയനമോൾ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന്, ഏതായാലും അനിയനും ചേട്ടനും തമ്മിൽ അങ്ങനെ ഒരു സ്നേഹമുള്ളത് നല്ലതാണ് എന്ന്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജാനകിയുടെ മനസ്സിൽ ആദർശം ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്നായിരിക്കും എന്ന് പറയുമ്പോൾ അത് സാരമില്ല, അവൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരിക്കലും അനി ചിന്തിക്കില്ല എന്ന് പറയുന്നു. അന്നേരം ദേവേനി പറയുവാണ്, ഞാനാണ് അവനെ വളർത്തിയത്, അതിൻ്റെ ഗുണം അവൻ കാണിക്കുമെന്ന്. ഏതായാലും മുത്തശ്ശനും ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ആദർശനോടും നയനോടും വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവർക്ക് അതറിയില്ലെങ്കിൽ പോലും. ഏതായാലും അങ്ങോട്ടേക്ക് അനി വരുന്നു. എന്നിട്ട് ആദർശിനെയും നയനേടത്തെയും ഇങ്ങോട്ട് തിരിച്ച്, ആദർശേട്ടനെയും നയനേടത്തെയും ഇങ്ങോട്ട് തിരിച്ച് വിളിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ മുത്തശ്ശ, അവരെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണം എന്നൊക്കെ പറയുമ്പം നീ നിൻ്റെ കാര്യം നോക്കുക, ഓരോന്നും നടക്കേണ്ട സമയത്ത് നടന്നോളും എന്ന് പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, മുത്തശ്ശന് ആദർശേട്ടനോടുള്ള സ്നേഹവും നയനേടത്തിയോടുള്ള കരുതലും എല്ലാം എനിക്കറിയാം, എന്നിട്ടും മുത്തശ്ശൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം, എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഓരോന്നും നടക്കേണ്ട സമയത്ത് നടന്നോളും എന്ന്, നീ പിന്നെ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ വന്നത് എന്ന് ചോദിക്കുക. അന്നേരം അനി പറയുന്നുണ്ട്, ശരിക്കും ഏട്ടനും ഏട്ടത്തെയും ഇങ്ങോട്ട് വരാത്തതിൻ്റെ നല്ല വിഷമം വല്യമ്മയ്ക്കും വലിയച്ഛനും ഒക്കെ ഉണ്ട്, അവരതൊന്നും ഇവിടെ വന്ന് പറയാത്തത് മുത്തശ്ശനെ പേടിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ, അപ്പം നിനക്ക് പേടിയില്ലാത്തതുകൊണ്ടാണോ നീ ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. പിന്നെയും അനി ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അവരെങ്ങനെ തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ മുത്തശ്ശൻ പറയും, നീ നിൻ്റെ കാര്യം നോക്കുക, ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന്. അങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ ചെല്ലടാ, മുത്തശ്ശൻ പറഞ്ഞേ കേട്ടില്ലേ എന്ന്. അങ്ങനെ ആകെ വിഷമിച്ച് അവിടുന്ന് പോരുവാണ് അനി. പിന്നീട് നാഗേന്ദ്രനെയാണ് കാണിക്കുന്നത്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മുത്തശ്ശൻ എൻ്റെ കർണത്തടിച്ചു, അതിൻ്റെ വേദന എനിക്ക് മാറിയിട്ടില്ല, പിന്നെ അതിനേക്കാൾ വേദന നിൻ്റെയൊക്കെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതൊക്കെ സഹിക്കുവാണ് എന്ന് പറയുമ്പം അവന്തിക ചോദിക്കും, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശരിക്കും അന്ന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഇനി തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹമില്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ, അതങ്ങനെ നീറി കിടക്കുവാണ് എന്ന് പറയുന്നുണ്ട്. മിക്കവാറും പറഞ്ഞു വരുമ്പോൾ നാഗേന്ദ്രൻ പുണ്യാളനും ജലജ മിക്കവാറും ഇതിൻ്റെ അകത്ത് വില്ലത്തിയാകുമായിരിക്കും. ഏതായാലും ഇത്രയും പറഞ്ഞതിന് ശേഷം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആദർശ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകിയില്ല, അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ MD സ്ഥാനം അവന് കൊടുക്കുമോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെയൊരു സംഭവം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, വല്യമ്മാവനെയും ഇളയമ്മാവനെയും പോലെ അവനും മിക്കവാറും അനിയെ സഹായിച്ച് ഇനി കൂടുകയുള്ളൂ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇപ്പം കമ്പനി നന്നായിട്ട് തിരിച്ചു കയറി വന്നല്ലോ, അതിൻ്റെ ക്രെഡിറ്റ് അനിക്കേ മുത്തശ്ശൻ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ നല്ലത്, ശരിക്കും അനിയെ നീ വിവാഹം കഴിക്കണം, അനി അവിടുത്തെ MD ആയിട്ട് തുടരുകയും വേണം, അതൊക്കെ നമ്മുടെ ആവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അവന്തികയുടെ ഫോണിലേക്ക് ജലജയുടെ കോള് വരുവാണ്. അന്നേരം അതെടുത്തിട്ട്, അയ്യോ ഇത് അമ്മയാട്ടോ, അമ്മ ഇന്ന് ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും, മിക്കവാറും എത്തിക്കാണും, അത് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പം ഫോൺ കട്ട് എടുത്തേക്കരുത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ വെച്ച് അവളോട് ഫോണിൽ പോലും നിങ്ങൾ സംസാരിക്കരുത്, അതുപോലും എനിക്ക് ഇഷ്ടമല്ല, അവൾ അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്. അന്നേരം കാര്യം മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽപ്പുണ്ട് രണ്ട് മക്കളും. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനന്തപുരി വീട് അലങ്കരിക്കുന്നതാണ്. പിറ്റേ ദിവസമായി എല്ലാവരും കൂടി അലങ്കരിക്കുന്നു. അന്നേരം അവന്തികയും ഉണ്ട് കേട്ടോ കൂടെ. അവന്തിക ചോദിക്കുന്നുണ്ട് ഇവരോട്, ഇന്ന് എന്താ വിശേഷമെന്ന്. അന്നേരം
അതൊന്നും അറിയത്തില്ലേ? ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പൂജയൊക്കെ ഉള്ളതല്ലേ, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അച്ഛൻ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പം ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് നവ്യ ഇറങ്ങി വരും. അപ്പം നവ്യയോട് ദേവേനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ ഇതിൻ്റെ കൂടെയൊന്നും കൂടാതെ മാറി നിൽക്കുന്നത്, നിനക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ ആഘോഷമല്ലേ, അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അയ്യോ AN ജ്വല്ലറിയെ സഹായിക്കാൻ വേണ്ടി പോയതാ ഇവളുടെ കെട്ടിയവനും, എന്നിട്ട് തോറ്റു തുന്നം പാടിയില്ലേ, അതിൻ്റെ സങ്കടമല്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ തോറ്റു തുന്നം പാടിയൊന്നുമില്ല, ചെറിയൊരു തകർച്ചയുണ്ടായി, അത്രയേ ഉള്ളൂ എന്ന്. എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും അങ്ങോട്ടേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു. അന്നേരം മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകുക എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവാണ്, എന്ത് നല്ല കാര്യം സംഭവിച്ചാലും കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തണ്ടേ, അങ്ങനെ ഒരു ചടങ്ങ് കൂടിയുണ്ട്, അതിനു വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ശരിക്കും ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം എൻ്റെ മോൻ്റെ ഗജകേസരി യോഗമാണ് എന്ന്. അന്നേരം അജയൻ പറയും, അങ്ങനെയാണെങ്കിൽ നിനക്കും ഗജകേസരി യോഗമുണ്ട്, അതുകൊണ്ടാണല്ലോ ഈ വീട്ടിൽ വന്ന് കയറിയത് എന്ന്. അതിനുശേഷം വീണ്ടും അനിയെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ജാനകി. അന്നേരം ദേവേനി പറയും, നീ ഇത്രയ്ക്ക് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, ആ കമ്പനിയിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആദർശിൻ്റെയും നയനയുടെയും കഠിനാധ്വാനം കൂടി ഉണ്ട് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, ഉണ്ടായിരിക്കാം, പക്ഷേ MD എൻ്റെ മകനല്ലേ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, അത് തന്നെ, MD ആയിട്ടിരിക്കുന്നത് അനിയാണ്, അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അനിക്കാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ആദർശിനും നയനിക്കും അല്ല എന്ന് മുത്തശ്ശൻ പറയുന്നു. കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ എപ്പോഴും ദേവേനെ ജാനകിയുടെ മുന്നിൽ വെച്ച് മുത്തശ്ശൻ അടിച്ചു താത്തി സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് മുഖം അങ്ങ് മങ്ങിപ്പോകും ദേവേനയുടെ, ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ ദേവേനയ്ക്ക്. അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വന്നു ജലജ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു. അന്നേരം മുത്തശ്ശി ചോദിക്കും, ഒരാഴ്ച ആയാലോ നീ ഇവിടുന്ന് പോയിട്ട്, നിൻ്റെ കൂട്ടുകാരെ കണ്ട് പരദൂഷണം പറഞ്ഞ് തീരാത്തത് കൊണ്ടായിരുന്നോ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ലമ്മേ, പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇവിടെ അലങ്കരിക്കുന്നത്, ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന്. അന്നേരം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ഒരു കള്ളനെ കണ്ടുപിടിച്ചു, അതിൻ്റെ ആഘോഷമാണ് എന്ന് പറയുമ്പോൾ, ആരെ അച്ഛ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, പണ്ടൊരുത്തിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടായിരുന്നു, അവനെയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാകാതെ നിൽക്കുവാണ് ജലജ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വേറെ ആരെയല്ല, നിൻ്റെ കുട്ടികളുടെ അച്ഛൻ, അവനാണ് ഇപ്പം AN ജ്വല്ലറിയുടെ മുതലാളി എന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുക കേട്ടോ ജലജ. അമ്മ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അന്നേരം വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ, നിൻ്റെ ഭർത്താവാണ് AN ജ്വല്ലറിയുടെ മുതലാളി, അവിടെയാണ് നിൻ്റെ മകനും മരുമകളും ഒക്കെ ജോലി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പം, ആണോടി എന്ന് ചോദിക്കുവാണ് ജലജ നവ്യയോട്. നവ്യയും ഈ സംഭവം ഇപ്പോഴാണല്ലോ അറിയുന്നത്, അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയത്തില്ല, ഞാനൊരു നാഗേന്ദ്രനെ അവിടെ കണ്ടിട്ടില്ല, എന്നെ അങ്ങോട്ട് ക്ഷണിച്ചത് ഡേവിഡ് സാറാണ്, അത് മാത്രമേ എനിക്കറിയാവുള്ളൂ എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെ അന്ന് ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടപ്പം അവന് ജീവനുണ്ടായിരുന്നു, ഇനിയും അനന്തപുരിക്കാരെയും മൂർത്തി ജ്വല്ലറിയും തകർക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ കാണുകയില്ല എന്നുകൂടി മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവന്തിക്ക് ചിന്തിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നത്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവന്തിക മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ജലജയും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ആകെ കൺഫ്യൂഷനിലായി നവ്യ ഈ സംഭവം ഇപ്പോഴാണല്ലോ അറിയുന്നത്. ഇതിനിടയ്ക്ക് നയനയെ കാണിക്കുന്നുണ്ട്. നയനയും ആദർശം തിരിച്ചു പോരാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുവാണ്. അന്നേരം അവർ മുത്തശ്ശൻ്റെ ഈ നന്മയെക്കുറിച്ച് കുറച്ച് പുകഴ്ത്തി പറയുന്നൊക്കെയുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദാമുവേട്ടനും എലിസബത്ത് ചേച്ചിയും വരും. അവരോടും യാത്ര ചോദിക്കുന്നു. എലിസബത്ത് ചേച്ചി പറയുന്നുണ്ട്, നന്നായിട്ട് ശരീരം നോക്കിക്കോണം, നന്നായിട്ട് ഫുഡ് കഴിച്ചോണം, വർക്ക് ചെയ്യുമ്പോഴും ഫുഡ് കഴിക്കണം, മോൾക്ക് അങ്ങനെയുള്ള ശ്രദ്ധയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പം, ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കാൻ ഇഷ്ടം പോലെ ആളാണല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് ആദർശ് പറയുന്നു. അങ്ങനെ അവരോട് യാത്രയൊക്കെ ചോദിച്ച് അവിടുന്ന് ഇറങ്ങുവാണ് ആദർശും. അതുപോലെ നാഗേന്ദ്രനാണ് AN ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനിലാണ് ജലജ. അങ്ങനെ ഇരിക്കുമ്പം അങ്ങോട്ട് അഭി വരും. അഭിയോട് ചോദിക്കും, നിനക്കറിയായിരുന്നോ നിൻ്റെ അച്ഛൻ നാഗേന്ദ്രനാണ് AN ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്ന് നിനക്കറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മേ, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ഡേവിഡ് സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ പറയുന്ന നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അയാളെ കാണുകയും വേണ്ട, എനിക്ക് അത്രത്തോളം വെറുപ്പുണ്ട് എന്നൊക്കെ പറയുമ്പം, എങ്കിൽ ഇനി നീ ആ ജോലിക്ക് പോകണ്ട, അങ്ങോട്ട് ചെല്ലുകയും വേണ്ട, എൻ്റെ മക്കളെ വശീകരിച്ചെടുക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്, ഇനി ഒരു 7-8 മാസം കൂടി എഗ്രിമെൻറ്റിൻ്റെ കാലാവധിയുണ്ട്, അത് തീരാതെ ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അയാളെ കാണാനോ സംസാരിക്കാനോ ഒന്നും നിന്ന് കൊടുത്തേക്കരുത്, അയാളെ കണ്ടാൽ അന്നേരം മുഖം തിരിച്ചു പോന്നോണം എന്നൊക്കെ പറയുമ്പം അഭി അത് സമ്മതിക്കുന്നുണ്ട്.
എന്നിട്ട് പറയുവാണ്, നീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പൊക്കോ, പക്ഷെ നിൻ്റെ ഭാര്യനെ അങ്ങോട്ട് ഇനി വിടരുത് എന്ന്. അന്നേരം അഭി പറയും, അമ്മേ ഞാനല്ലല്ലോ ആദ്യം അവിടെ ജോലിക്ക് പോയത്, അവളല്ലേ, അവളുടെ കെയർ ഓഫിലാണ് എനിക്ക് ജോലി കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവൾ കേൾക്കുകയില്ല എന്ന് പറയുമ്പം എങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ജലജ നേരെ നവ്യയുടെ റൂമിലോട്ട് ചെല്ലുന്നു. അന്നേരം നവ്യ മുടിയൊക്കെ ഒന്ന് ഈരി ഒതുക്കി ഒന്ന് സുന്ദരി ആയതിനു ശേഷം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം നീ നിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ സൗന്ദര്യം നിലനിർത്തണ്ടേ, ഞാനൊരു മോഡലല്ലേ, അപ്പോൾ ഇത് നോക്കിയല്ലേ പറ്റുള്ളൂ എന്ന് തിരിച്ചു ചോദിക്കും. അന്നേരം പറയുവാണ്, നീ നിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി കൊണ്ട് നടന്നു, പക്ഷേ ഇനി ജ്വല്ലറിയിൽ മോഡലായിട്ട് നീ പോകണ്ട, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജ്വല്ലറിയിൽ മോഡലായാൽ മതി എന്ന് പറയുവാണ്. അന്നേരം നവ്യ പറയും, അതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്ക് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ആകെ തകർന്നിരുന്ന സമയത്ത് എനിക്ക് ജോലി തന്നവരാണ് ജ്വല്ലറിയിലെ ആൾക്കാർ, ഇപ്പം തന്നെ അവർ ഇഷ്ടം പോലെ പൈസ നമുക്ക് തന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് ഇട്ടിട്ട് പോരാൻ പറ്റില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, നമ്മളുടെ ശത്രുക്കളുടെ അടുത്ത് ജോലിക്ക് പോകേണ്ട ഒരാവശ്യമില്ല, നീ പോകണ്ട എന്ന്. അന്നേരം നവ്യ പറയും, ഞാൻ പറഞ്ഞല്ലോ ഞാനും അവിടെ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആ എഗ്രിമെൻ്റ് കാലാവധി തീർന്നിട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടത്താം, അല്ലാതെ എനിക്ക് അതുവരെ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ജലജ പറയുവാണ്, നീ അങ്ങനെ അഹങ്കാരം കാണിച്ച് പോവുകയാണെങ്കിൽ പൊയ്ക്കോടി, അവിടുന്ന് എത്ര രൂപ കിട്ടിയാലും നിനക്കത് ഒതുകത്തില്ല, നിൻ്റെ ജീവിതം നശിച്ച് നാരായണക്കല്ല് പിടിക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ബ്രാഗീട്ടങ്ങ് ഇറങ്ങി പോവുകയാണ്. അന്നേരം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളുടെ മോനാണ്, അതിനുള്ളത് ഞാൻ അവന് തിരിച്ചു കൊടുത്തോളാം എന്ന്. അങ്ങനെ മനസ്സിലോർത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.